ഓക്കെ. അപ്പോൾ ആ വിഷുക്കൈനീട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പൈസകളൊക്കെ എൻ്റെ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് മൊത്തത്തിൽ ചിലവഴിക്കുകയാണോ ചെയ്യുക? ഫുള്ള് എന്താ പറയുക, ഓരോന്നും അതും ഇതൊക്കെ വാങ്ങി വെക്കുകയാണ് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുമോ? എന്താ നിങ്ങൾ സാധാരണ ചെയ്യുക? കൊടുക്കയിലിടുന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്യുക? എൻ്റെ കുട്ടികൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യാറ്? ഈ പൈസ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അച്ഛനമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലേ? യെസ്, സേവിങ്സ് ഒന്നും ഇല്ല മിസ്സേ അല്ലേ? അങ്ങനെ പൈസ ഒക്കെ കിട്ടി ഇവിടുത്തെ ചിലവായി പോകണമെന്ന് അറിയില്ല അതൊക്കെ. ഓക്കെ. ഈ കുഞ്ചി എന്ന് പറയുന്നത് മറ്റേ കുഞ്ചിയിലിട്ട് വെക്കാന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ലേ, മറ്റേ പാത്രം അല്ലേ, അതിലിട്ട് വെക്കല്ലേ? യെസ്, ഫുള്ള് സേവിങ്സ്. ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിടും. അമ്മേ, അത് സംഭവം തന്നെ കേട്ടോ. യെസ്, സേവ് ചെയ്യും അല്ലേ? കുറേ പേര് സേവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടും, സൂക്ഷിച്ച് വെക്കും. ഓക്കെ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കും. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് മാറ്റിയൊക്കെ വെക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സേവ് ചെയ്യുന്ന സ്വഭാവം ആക്ച്വലി വളരെ നല്ലതാണ് അല്ലേ? അത് ഈ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ നിങ്ങളത് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മിസ്സായാലും മിസ്സിന് ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ മിസ്സിൻ്റെ അനിയത്തി ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വലിയ ഏജ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേപോലെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറേ കുട്ടി പൈസകളൊക്കെ തരും. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അന്നേരം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ കഴിയുമ്പോൾ, നമുക്ക് എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം അല്ലേ? അടിപൊളിയായിട്ട് നമുക്ക് നല്ല എന്തെങ്കിലും ചെയ്തൊക്കെ കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും പരിപാടി അല്ലേ? അപ്പോൾ അങ്ങനെ എപ്പോഴും ഇപ്പം തന്നെ അങ്ങനെ ഒരു സേവ് ചെയ്യുന്ന ഒരു സ്വഭാവം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതിലും ഈ പറയുന്ന സേവിങ്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് ബാങ്കുകളെ കുറിച്ചിട്ടാണ് നമ്മളോട് മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ്? ഗുഡ് മോർണിംഗ്, ആർ യു ഫൈൻ? യു ആർ ടോൾഡ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, ഡിഡ് യു ഡു ദാറ്റ് അല്ലേ? ഗുഡ് മോർണിംഗ്, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതേ കുട്ടികളൊക്കെ പറയണ്ടേ, എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുത്തിരുന്നോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ കുട്ടി പറയുന്നത്? ടീച്ചർ ഞാൻ എടുത്തു അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? കുറച്ച് പേര് ഓൾറെഡി നേരത്തെ നമ്മുടെ പൈസ കുറച്ച് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേ, എത്ര പേർക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് സ്വന്തമായിട്ട്? ഉണ്ടോ നിങ്ങൾക്ക്? യെസ്, ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ യെസ്, കുറച്ച് പേർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. യെസ്, ഓക്കെ. മെജോറിറ്റിക്ക് തോന്നുന്നു മെജോറിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? മെജോറിറ്റി ഉണ്ട്, കുറച്ച് പേർക്ക് ഇല്ലാത്തതുണ്ട്. ഓക്കെ. അപ്പോൾ എപ്പോഴും ആക്ച്വലി മിസ് പറയട്ടെ, എപ്പോഴും നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കും ഈ പറയുന്ന പോലെ ഒരു സേവിങ്സ് ഒക്കെ വേണ്ടേ? ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്തായാലും ലോണൊന്നും എടുക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? നമുക്കൊരു സേവിങ്സ് ഒക്കെ ഉള്ളത് നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഈ ബാങ്കിൽ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഈ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇടുന്ന പൈസേനേക്കാളും കുറച്ചും കൂടി ഇച്ചിരി കൂടുതലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഇടാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രം ദ ബേസ് മുതൽ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ബാങ്ക് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് ബാങ്ക്? എന്താണ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? എന്താ ബാങ്ക് മക്കളെ? ഈ ബാങ്ക് എന്ന് വെച്ചാൽ നമുക്കറിയില്ലേ, അതെന്തൊരു കെട്ടിടമാണ്, അവിടെ ഇടക്കിടക്കൊക്കെ ആൾക്കാരൊക്കെ പോകുന്നൊക്കെ കാണാം എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അറിയണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണം. എന്താണ് ബാങ്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ബാങ്ക് ആർ ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ. ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു മിനിറ്റ്, ഈ പെന്നിൻ്റെ കളറൊക്കെ എന്താ? Okay, bank are the financial institutions that accept money from the public as deposits and provide loan to those in need following the criteria. എന്താ പറയുന്നത്? ഇതൊന്നും മനസ്സിലായില്ലേ മിസ്സേ? ഒന്ന് പറഞ്ഞു തരുമോ ഡീറ്റെയിൽ ആയിട്ട്? അതായത് ഒന്നുമില്ല മക്കളെ, ഈ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് എന്താ പറയുക, ഒരു ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മുടെ ബാങ്കുകൾ. ഓക്കെ. അപ്പോൾ അതായത് അവിടെ പൈസയുടെ എന്തൊക്കെയോ ഇടപാടുകളാണ് നടക്കുന്നത്. അതാണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ പൈസയുടെ എന്തൊക്കെ ഇടപാടുകളാണ് നടക്കുന്നത്. പിന്നെ അവിടെ എന്താണ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചാൽ എന്താ പറയുക? ദ
ആക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് ആസ് ഡെപ്പോസിറ്റ്. അവരെന്ത് ചെയ്യുന്നു? ഈ ആൾക്കാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുന്നു? പണം വാങ്ങുന്നു. ബാങ്കുകൾ എന്താ ചെയ്യുക? പല പല ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പൈസ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് പ്രൊവൈഡ് ലോൺ ടു ദോസ് ഇൻ നീഡ്. ഓക്കെ, എന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക്, ആർക്കൊക്കെയാണ് നീടുള്ളത്, ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത്? അപ്പോൾ എന്നാൽ സ്കൂളിൽ സേവിങ്സ് സ്കീം ഉണ്ടോ? അടിപൊളി. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത്, ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? നേരെ ലോണുകളും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇത് ചെയ്യുന്നു, നമുക്ക് ആൾക്കാരിൽ നിന്നും ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ഓക്കെ, സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആർക്കൊക്കെയാണോ വായ്പകൾ ആവശ്യമുള്ളത്, ചിലർക്ക് പൈസയുടെ അത്യാവശ്യമൊക്കെ ഉണ്ടാവില്ലേ, ആ പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർക്ക്, അതാണ് ദോസ് ഇൻ നീഡ്, ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്ക് എന്ത് ചെയ്യുന്നു? നേരെ വായ്പകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ വായ്പകളായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതും വായ്പകൾ കൊടുക്കുമെന്നാണ് സെർട്ടൈൻ ക്രൈറ്റീരിയ, അല്ലേ? അതായത് എന്താണ്? പല മാനദണ്ഡങ്ങൾ പാലിച്ച് നമുക്ക് വായ്പകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ലോണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിക്കല്ലേ? നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടില്ല, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് വായ്പകൾ തരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? വായ്പകൾ, അവർക്ക് ആവശ്യമുള്ളവർക്ക് വായ്പകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ധനകാര്യ സ്ഥാപനമാണ് എന്ത്? അതാണ് നമ്മുടെ ബാങ്കുകൾ. ഓക്കെ, ബാങ്കിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള കാര്യമാണിത്. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാനുള്ള കാര്യങ്ങളാണ് എന്ത്? ബാങ്ക് ആർ ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? ആക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് ആസ് ഡെപ്പോസിറ്റ്. എന്താ ചെയ്യുന്നത്? പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായിട്ട്, അതാണ് ഡെപ്പോസിറ്റ്, നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയും അന്നേരം എന്ത് ചെയ്യുന്നു? ആൻഡ് പ്രൊവൈഡ് ലോൺസ് ടു ദോസ് ഇൻ നീഡ്, അല്ലെ? ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് എന്ത് ചെയ്യുന്നു? പണം വായ്പയായിട്ട് കൊടുക്കുകയും, വായ്പ ലോണായിട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ത്? അത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് എന്ത്? അതാണ് നമ്മുടെ ഈ പറയുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? സെറ്റല്ലേ? റെഡി ആണോ? ഓക്കെ, ബാങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആണ് മിസ്സേ, ഇത് പഠിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഹാർട്ട് ഇമോജിസ് ഇട്ടോ. റെഡി? സെറ്റാണോ? എന്താണ് ബാങ്ക് എന്നുള്ള പഠിച്ചില്ലേ? ഓക്കെ, ഇതാണ് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് ബാങ്ക് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതെൻ്റെ കുട്ടികൾ ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, റെഡി? എല്ലാവർക്കും സെറ്റല്ലേ? മിസ്സേ എന്നെ നോക്കൂ. യെസ്, ഓക്കെ, റെഡി അല്ലേ? എല്ലാവർക്കും സെറ്റല്ല? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ബാങ്കുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ബാങ്കുകളൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ? ഇപ്പം എന്തോരം ബാങ്കുകളുണ്ട് അല്ലേ? സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അല്ലെങ്കിൽ നമ്മുടെ SBI ബാങ്ക്, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാങ്കുകളുണ്ട് അല്ലേ? അപ്പം നമുക്കിങ്ങനെ ഒരു ഡൗട്ടാണ്, എങ്ങനെയായിരിക്കും ഈ ബാങ്കുകളൊക്കെ ആദ്യം ഉണ്ടായത്? അതെന്താണെന്നറിയോ സംഭവം? ഈ ബാങ്കുകളൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് ആൾക്കാരിൽ പൈസ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യം കുറച്ച് ആൾക്കാരിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ മിച്ചം വന്ന പൈസ അവരെന്ത് ചെയ്തു? മിച്ചം വന്ന പൈസ അവർ ഈ ആവശ്യക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അവരുടെ കയ്യിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് മിച്ചം വന്ന പൈസ എന്ത് ചെയ്തു? ആവശ്യക്കാർക്ക് അവർ കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് അവർ ചെറിയൊരു ഇൻട്രസ്റ്റ് വീതം എന്ത് ചെയ്തു? തിരിച്ച് വാങ്ങുകയും ചെയ്തു അല്ലേ? പിന്നീട് ഈ വായ്പ വേണ്ട ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. ഓക്കെ, അതായത് കൂടുതൽ ആൾക്കാർക്ക് ഈ പൈസ വേണം. ഓക്കെ, അങ്ങനെ വായ്പ വേണ്ട അല്ലെങ്കിൽ ഈ ലോണുകളൊക്കെ വേണ്ട ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ അത്രയും പൈസ അവരുടെ കയ്യിലില്ലല്ലോ അല്ലേ? അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. വീണ്ടും കുറേ ആൾക്കാർക്ക് പൈസ വേണമെന്ന് പറയുമ്പോൾ എന്താണ്? അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസസിൽ അവരെന്ത് ചെയ്തു? മറ്റുള്ള ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങളായിട്ട്, അതായത് ഡെപ്പോസിറ്റ് ആയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വാങ്ങാനായിട്ട് തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്? നമ്മുടെ ബാങ്കുകൾ രൂപീകരിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്താണ് മിസ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മുടെ ബാങ്ക് എങ്ങനെയാണ് രൂപീകരിച്ചത്? ആദ്യം ദ ഇൻഡിവിജ്വൽസ്. ഓക്കെ, എന്താ സംഭവിച്ചത്? ഇൻഡിവിജ്വൽസ് ലെൻഡിങ് ദ സർപ്ലസ് മണി ദ നീഡി ലെഡ് ടു ദ എമർജൻസ് ഓഫ് ലോക്കൽ മണി ലെൻഡേഴ്സ്. എന്താ സംഭവിച്ചത്? ആദ്യം ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്തോളും? അതായത് ഓരോ ആൾക്കാർ എന്ത് ചെയ്തോളും? ലെൻഡിങ് ദ സർപ്ലസ് മണി. സർപ്ലസ് മണി എന്ന് വെച്ചാൽ മക്കളെ മിച്ചമുള്ള
പണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? മിച്ചം വന്ന പണം എന്ത് ചെയ്തു? വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങി. ഓക്കെ, എന്താണ്? ദ ഇൻഡിവിജ്വൽസ് ലെൻഡിങ് എന്ന് വെച്ചാൽ മക്കളെ ഇങ്ങനെ കടം കൊടുക്കുക. ഓക്കെ, എന്ത് ചെയ്തു? ദ സർപ്ലസ് മണി എന്ന് വെച്ചാൽ മിച്ചം വന്ന മണി എന്ത് ചെയ്തു? ടു ദ നീഡി, അതായത് ആവശ്യക്കാർക്ക്. നീഡി എന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അതാണ് എന്ത് ചെയ്തത്? നീഡി ലെഡ് ടു ദ എമർജൻസ് ഓഫ് ലോക്കൽ മണി ലെൻഡേഴ്സ്. അതാണ് എന്തിൽ കാരണമായത്? ലോക്കൽ മണി ലെൻഡേഴ്സ് അഥവാ നമ്മുടെ ഈ പ്രാദേശികമായിട്ട് പണമിടപാട് നടത്തുന്ന ആൾക്കാരുടെ ആവിർഭാവത്തിന് കാരണമായി. ഇതാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, എന്തായിരുന്നു? ആദ്യം ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്തു? ലെൻഡിങ് എന്ന് വെച്ചാൽ കടം കൊടുക്കുക. എന്താ കടം കൊടുത്തത്? സർപ്ലസ് മണി, അതായത് മിച്ചം വന്ന പണം എന്ത് ചെയ്തു? ടു ദ നീഡി, അതായത് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? കടം കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതാണ് പ്രാദേശികമായിട്ട് ഈ കടം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ വായ്പയൊക്കെ കൊടുക്കുന്ന ആൾക്കാരുടെ ആവിർഭാവത്തിന്, പണമിടപാട് നടത്തുന്ന ആൾക്കാരുടെ ആവിർഭാവത്തിന് കാരണമായത്. എന്താണ്? ലോക്കൽ മണി ലെൻഡേഴ്സ്. ഓക്കെ, ഇവരെന്താ പറയുക? ലോക്കൽ മണി ലെൻഡേഴ്സിൻ്റെ, അതായത് പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും ഇതുപോലെ പ്രാദേശികമായിട്ട് കടം കൊടുക്കുന്ന ആൾക്കാരുടെ, ഇങ്ങനെ പണമിടപാടൊക്കെ നടത്തുന്ന ആൾക്കാരുടെ ആവിർഭാവത്തിന് കാരണമായി. പിന്നീട് എന്താ സംഭവിച്ചത്? ആസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു നീഡഡ് ലോൺസ് ഇൻക്രീസ്, അതായത് ഈ ലോൺ വേണ്ട ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്തു? നല്ലോണം കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ലോൺ വേണ്ട ആൾക്കാരുടെ എണ്ണം നന്നായിട്ട് കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മണി ലെൻഡേഴ്സ് ഹാഡ് ടു ഫൈൻഡ് മോർ മണി. ഓക്കെ, മണി ലെൻഡേഴ്സിന് എന്ത് സംഭവിച്ചു? കൂടുതൽ മണി ആവശ്യമായിട്ട് വന്നു, അല്ലേ? അതായത് അവർക്ക് കൂടുതൽ പൈസ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. അതുകൊണ്ടിട്ടാണ് അവർ ചെയ്തത്? ഡെപ്പോസിറ്റുകൾ അഥവാ നിക്ഷേപങ്ങൾ അവർ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്? വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതിനായിട്ട് അവരെന്ത് ചെയ്തു? നിക്ഷേപങ്ങൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ഉണ്ടാകുന്നത്? ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയാണ് പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിന് അങ്ങനെയാണ് അത് കാരണമായത്. റെഡിയാണോ മക്കളെ? ഇതാണ് അവിടെ സംഭവിച്ചത്. റെഡി? അപ്പം ഇങ്ങനെ പണമിടപാട് നടത്തുന്ന ജസ്റ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഉണ്ടാകുന്നു. പിന്നെ അങ്ങനെയാണ് അത് കാരണമായത്. റെഡിയാണോ മക്കളെ? ഇതാണ് അവിടെ സംഭവിച്ചത്. ഭയങ്കരമായിട്ട് കൂടി അല്ലേ? അതായത് ദ എബിലിറ്റി ടു റീപേ ദ ലോൺ ആൻഡ് റിലയബിലിറ്റി വർ ദ ക്രൈറ്റീരിയ ഫോർ ലെൻഡിങ് മണി ബൈ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, ഇവർ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി, വിശ്വാസ്യത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ത് ചെയ്തത്? ഇവർ ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് കൊടുത്തിരുന്നത്. അല്ലാതെ കണ്ണിക്കണ്ട എല്ലാവർക്കും കൊടുക്കില്ല. നമ്മൾ അവർക്ക് പണം തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർക്ക് അവർ പൈസ കൊടുക്കുമോ? അവരെ പൈസ പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. അത് എന്താ പറയുക, ചിലപ്പോൾ ചിലരെന്ത് ചെയ്യും? വീടിൻ്റെ ആധാരമൊക്കെ പണയം വെക്കുക, അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈട് കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? വായ്പ കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കും. ഓക്കെ, അപ്പം അങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അതേപോലെ തന്നെ എന്താണ് അവർക്ക് എന്താ പറയുക, അവരുടെ വിശ്വാസ്യത, അല്ലെ, ആ ഒരു റിലയബിലിറ്റി വെച്ചാൽ മക്കളെ വിശ്വാസ്യത, അതിൻ്റെയൊക്കെ മാനദണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലോണുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? ഇത് മിസ് പറഞ്ഞില്ലേ, ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. വെൻ ദ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ലോൺസ് ഇൻക്രീസ്ഡ് എക്സസീവ്ലി, അതായത് എന്താണ്? ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി, അല്ലേ? നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും ഇതൊക്കെ എന്ത് ചെയ്തു? ക്രമാതീതമായിട്ട് കൂടാൻ തുടങ്ങിയപ്പോൾ ഒരാൾക്ക് മാത്രം ഇരുന്ന് അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? എന്താ ചെയ്താൽ ഇൻഡിവിജ്വൽസ് വർ അണേബിൾ ടു പെർഫോം ദിസ് ഫങ്ഷൻസ് ദംസെൽസ്, അല്ലേ? അവർക്ക് ഒരാൾക്ക് തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന പണം കൊടുക്കലും തിരിച്ചെടുക്കലും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് വായ്പ നൽകലും നിക്ഷേപം സ്വീകരിക്കലും ഒന്നും ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എന്തായിട്ട് മാറിയത്? അങ്ങനെയാണ് ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോലെ നമ്മുടെ ബാങ്കുകളൊക്കെ പോലെയുള്ള പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒറ്റയ്ക്ക് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്തായിട്ട് മാറിയത്? ഈ പറയുന്ന വലിയ തരത്തിലുള്ള ബാങ്കുകളായിട്ട് മാറിയത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബാങ്കുകളുടെ രൂപീകരണം നടക്കുന്നത്. റെഡിയായോ മക്കളെ? സെറ്റായോ? ഇതിൽ മക്കളെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആക്ച്വലി ഇത് ഷോർട്ട് നോട്ട് പോലെയൊക്കെയും ചോദിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇപ്പോൾ എന്താ ഇപ്പം മിസ് പോളിടാൻ മാത്രം 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഇതിൽ നമുക്ക് എന്താണ്? ഇതിൽ നമുക്ക് ആക്ച്വലി ഈ ഫോർമേഷൻ ഓഫ് ബാങ്ക് എന്താണ്, എങ്ങനെയാണ് ബാങ്കുകൾ ഫോർമേഷൻ നടക്കുന്നത്, ഓക്കെ, അതൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതാനുള്ള തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വാട്ട് ഈസ് ബാങ്ക്? ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഒന്ന് വാട്ട് ഈസ് ബാങ്ക്, എന്താണ് ബാങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഇത് അങ്ങോട്ട് എഴുതി വെക്കാം.
ഓക്കെ, ആൾക്കാരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ എന്താണ് ആൾക്കാർക്ക് വായ്പ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പണമിടപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാങ്കുകൾ എന്ന് വിളിക്കുക. ഇനി ബാങ്കുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ബാങ്കുകൾ എങ്ങനെ രൂപപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആൾക്കാർ എന്ത് ചെയ്തു? ആദ്യം കുറച്ച് പണം അല്ലേ, സ്വന്തം ആവശ്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് പണം ബാക്കി ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു? നേരെ ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ലോക്കൽ മണി ലെൻഡേഴ്സ് ഉണ്ടായത്. ഓക്കെ, പ്രാദേശികമായിട്ട് പണമിടപാട് നടത്തുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് എന്താ സംഭവിച്ചത്? ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടി അല്ലെ, ലോണൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ എന്ത് ചെയ്തു? അവർ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ലെ, കയ്യിൽ പൈസ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ അപ്പോൾ അതാണ് എന്തിലേക്ക് കാരണമായത്? ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് കാരണമായി. അവർ പൈസ കൊടുത്തത് എങ്ങനെയായിരുന്നു? അവർക്ക് എബിലിറ്റി ടു റീപേ, അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ റിലയബിലിറ്റി, വിശ്വാസ്യതയൊക്കെ ആ ക്രൈറ്റീരിയയിലാണ് എന്ത് ചെയ്തത്? ആ മാനദണ്ഡത്തിലാണ് അവർ പൈസയൊക്കെ കടം കൊടുത്തത്, വായ്പ കൊടുത്തത്. പിന്നീട് എന്ത് ചെയ്തു? ഈ ലോണുകളൊക്കെ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ ലോണുകൾ ആൾക്കാർ വാങ്ങുന്നതും ഒക്കെ എന്ത് ചെയ്തു? നല്ലോണം കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് എന്താണ്? അവർക്ക് ഒറ്റയ്ക്ക് അത് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റാതെ വന്നു, ഒറ്റയ്ക്ക് അത് നടത്തി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതാണ് എന്തിലേക്ക് ലീഡ് ചെയ്തത്? ഈ പറയുന്ന ബാങ്കുകൾ പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇത്രയുള്ള മക്കളെ ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇപ്പോൾ എൻ്റെ കുട്ടികൾ ക്ലിയർ ആയോ? ഒന്നാമത്തത് എന്താണ് ബാങ്ക്, അതേപോലെ തന്നെ രണ്ടാമത്തത് എന്താണ് ഈ ബാങ്കുകൾ എങ്ങനെയാണ് രൂപീകരിച്ചത്, അതായത് ബാങ്കുകളുടെ രൂപീകരണം വന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ബാങ്കുകൾ, ഫോർമേഷൻ ഓഫ് ബാങ്ക് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? അതൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ, അത് ഷോർട്ട് നോട്ടൊക്കെ എഴുതാനായിട്ടുള്ള എന്താ പറയുക, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, ഇതൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കും കേട്ടോ. ഓക്കെ, ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഒരു 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, 1 മാർക്ക് ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നമുക്കിത് ചോദിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഈ 2 കാര്യങ്ങൾ എൻ്റെ കുട്ടികളെ പഠിച്ചോ? റെഡിയായോ? എങ്ങനെയാണ് ബാങ്കുകൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇപ്പം എൻ്റെ കുട്ടികൾക്ക് പക്ക ക്ലിയർ ആയിട്ട് അറിയാം മിസ്സേ എന്നാണെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ കുറച്ച് നമ്മുടെ ബട്ടർഫ്ലൈസിനൊക്കെ ഒന്ന് പറത്തി അങ്ങോട്ട് വിട്ടേ. റെഡി ആണെന്നുണ്ടെങ്കിൽ യെസ്, റെഡിയാണോ മക്കളെ? അയ്യോ ഇവിടെ ചൂടെടുക്കുന്ന മിനിറ്റ്. റെഡിയാണോ? സെറ്റാണോ? യെസ്, ഇവിടെ സെറ്റാണ് നോക്കിയപ്പോൾ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആക്കാം അല്ലേ, നമുക്ക് അങ്ങോട്ട് കിട്ടും പ്രൊഫൈൽ ഫോട്ടോ സേവ് ആക്കാം. വർത്താൻ പറയുന്നത് എല്ലാവരും അടിച്ച് പരത്തു. യെസ്, ഗൗതം പവിത്രൻ നോ ആണോ? ഓക്കെ, എന്നാണ് പ്രശ്നം? എവിടെയാണ് പ്രശ്നം? ഏത് ഭാഗം എൻ്റെ കുട്ടി കിട്ടാത്തത്? പറയൂ, മിസ് പറഞ്ഞുതരാമല്ലോ. നമുക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. ഓക്കെ, ഇതൊരു കുട്ടി ചാപ്റ്ററാണ്, അപ്പോൾ അതുകൊണ്ട് എത്ര വട്ടം വേണമെങ്കിലും എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മിസ്സ് പോൾ കൊണ്ടുവരാം കേട്ടോ. കുട്ടികൾക്ക് അത്ര ഇഷ്ടം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ മിസ്സ് പോളാക്കി കൊണ്ടുവരാം. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഒന്നും കൂടെ പറഞ്ഞു തരണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൗതം പവിത്രന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം മിസ്സ്, ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ബാങ്കുകൾ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയുള്ള മക്കളെ എങ്ങനെയാണ് ബാങ്കുകൾ രൂപം കൊള്ളണമെന്ന് ചോദിച്ചാൽ എന്താണ്? ആദ്യം ഈ പറയുന്ന പോലെ എന്താണ്, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൂടുതലുള്ള ആൾക്കാർ സ്വന്തം ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചമായിട്ട് കുറച്ച് പണം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ദ ഇൻഡിവിജ്വൽസ് ലെൻഡിങ് ദ സർപ്ലസ് മണി ടു ദ നീഡി അല്ലേ, അതായത് എന്താണ്, കുറച്ച് സർപ്ലസ് മണീസ് മിച്ചം വന്നിട്ടുള്ള പണം എന്ത് ചെയ്തു? അവർ ആവശ്യക്കാർക്ക് നീഡിക്ക്, അതായത് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അതാണ് ലോക്കൽ മണി ലെൻഡേഴ്സ് അഥവാ ഈ പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായത്. അപ്പോൾ ലോക്കലി അതങ്ങോട്ട് തുടങ്ങി. ഓക്കെ, പിന്നീട് എന്താ സംഭവിച്ചത്? ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു നീഡഡ് ലോൺസ് ഇൻക്രീസ്, ഈ വായ്പ വേണ്ട ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരത്തെ മിച്ചം വന്ന പണമല്ലേ എടുത്ത് കൊടുത്തിരുന്നത്, പിന്നെ ഇപ്പോൾ അവർക്ക് എന്താണ്, വേറെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ദേ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ വാങ്ങാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താ, നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ വായ്പകളൊക്കെ കൊടുക്കുന്ന എന്തിൻ്റെ ബേസിസിലായിരുന്നു? ദ എബിലിറ്റി ടു റീപേ, അതായത് അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ നോക്കും. അതേപോലെ തന്നെ റിലയബിലിറ്റി, അതായത് വിശ്വാസ്യത. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവർ കൊടുത്തിരുന്നത് അല്ലേ, വായ്പകളൊക്കെ കൊടുത്തിരുന്നത്, പണം ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഓക്കെ, പിന്നീട് ഈ പറയുന്ന നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണവും അതേപോലെ ലോണുകൾ വാങ്ങേണ്ട ആൾക്കാരെ, വായ്പ
വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വൽസ് വർ അണേബിൾ ടു പെർഫോം ദിസ് ഫംഗ്ഷൻ ദംസെൽസ്. അവർക്ക് ഒറ്റയ്ക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് എന്തിന് ലീഡ് ചെയ്തത്, അതാണ് നമ്മുടെ ബാങ്കുകൾ, അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകളൊക്കെ പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആ ഒരു വഴിയൊരുക്കിയത് ഈ പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന ബാങ്കുകൾ ഉണ്ടായത്. റെഡി, കിട്ടിയോ? യെസ്, അബിക്ക് കിട്ടിയോ? റെഡിയാണോ മക്കളെ? യെസ്, ഡെല്ലയ്ക്ക് കിട്ടിയോ? ഓക്കെ, ഇതെൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? ഇപ്പോൾ മിസ് 2-3 വട്ടം എത്ര വട്ടം ഇപ്പോൾ പറഞ്ഞിരുന്നത്? ഇതെൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ക്ലിയർ മിസ് എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനദണ്ഡം. ഓക്കെ, അതിനാണ് മിസ് മലയാളം കൂടെ ഒപ്പം കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ അഥവാ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ വരച്ചാൽ മലയാളം തൊട്ടടി തന്നെ ഉണ്ടല്ലോ. യെസ് മിസ്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു? ഇല്ല, ഞാൻ എടുത്തോണ്ടിരിക്കല്ലേ, കഴിഞ്ഞില്ല. ഓക്കെ, റെഡി. ഇനി ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് മണി എന്ന് ചോദിച്ചിട്ട്, എന്താണ് പണം എന്ന് ചോദിച്ചിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർട്ടർ സമ്പ്രദായമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ എന്താണോ നമുക്ക് അല്ലേ, നമ്മൾ എന്ത് സാധനമാണോ വാങ്ങുന്നത് അതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലേ, പൈസ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പല രീതിയിലും പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ നേരിട്ട് ചെയ്യും, നോട്ടുകളായിട്ടും കൊടുക്കും. ഓക്കെ, അപ്പോൾ മണി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് അല്ലേ. അതായത് എനിത്തിങ് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ജനറലി കോൾഡ് മണി അല്ലേ. എന്താണ് പണം ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവേ നമുക്ക് എന്ത് വിളിക്കാം? പണം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നോട്ടുകളാണ് യൂസ് ചെയ്യുന്നത്, കറൻസി നോട്ടുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എന്തിനേയും നമുക്ക് എന്ത് പറയാം? പണം എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ പറയാം. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ, സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന എന്തിനേയും നമ്മൾ എന്ത് പറയാം? മണി എന്ന് പറയാം. ഓക്കെ, മണി ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ വാല്യൂ. മണിയാണ് എന്ത് ചെയ്യുന്നത്? പണമാണ് ഓരോ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെ ഒക്കെ വാല്യൂ തീരുമാനിക്കുന്നത്. ചിലതിന് ഭയങ്കര പൈസ ആയിരിക്കും അല്ലേ, ചിലതിനാണെന്നുണ്ടെങ്കിൽ വില കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂ തീരുമാനിക്കുന്ന എന്താണ്? മണിയാണ്. ഓക്കെ, നമ്മുടെ ഗുഡ്സിന് സർവീസസിന് ഫെസിലിറ്റീസിൻ്റെ ഒക്കെ എല്ലാം തീരുമാനിക്കുന്നത്. അതായത് സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാനായിട്ട് സഹായിക്കുന്ന എന്താണെന്ത്? അതാണ് പണം. ഇത് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എൻ്റെ കുട്ടികൾ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതും കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട്, അതും വായിച്ചു നോക്കിയാൽ മതി. മിസ് ഫുഡ് കഴിച്ചോ? ഇല്ലടാ, അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ. ഓക്കെ, ചായ കുടിച്ചു മിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മക്കളെ ഇനി നോക്കുന്നത് നമ്മുടെ ബാങ്ക് എന്താണെന്നുള്ളതാണ്. ഇതും എക്സ്ട്രാ റീഡിംഗ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ബാങ്ക് എന്നല്ലേ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഡിറൈവ് ചെയ്തിട്ടുള്ള 2 വാക്കുകളിൽ നിന്നാണ്. ഇറ്റാലിയൻ വേർഡ്സ്, അതായത് ബാങ്ക എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നും ബാങ്ക് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ പറയുന്ന ബാങ്ക് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് എന്നുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഈ 2 വാക്കുകളുടെ അർത്ഥം എന്താണ്? ബെഞ്ച് എന്നുള്ളതാണ്. ഈ പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണ്ണവും വെള്ളിയൊക്കെ ഈടായിട്ട് സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. ഓക്കെ, നാണയങ്ങൾ നിരത്തി വെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് എന്ത് ചെയ്തത്? അവർ പണമിടപാട് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ അതിൻ്റെ ഒരു ഇതിൽ ആ ബെഞ്ച് എന്നുള്ള രീതിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്? നമ്മുടെ ബാങ്കുകളായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക എന്നുള്ള ഇറ്റാലിയൻ വാക്കിൽ നിന്നും ബാങ്ക് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കുകളിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ BANK ബാങ്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? പാസ്റ്റിൽ നമ്മുടെ മെർച്ചൻസ് വ്യാപാരികളൊക്കെ എന്ത് ചെയ്തു? ദേ യൂസ് ടു ലെൻഡ് മണി, കടം കൊടുത്തിരുന്നു. ലെൻഡ് മണി എന്ന് വെച്ചാൽ കടം കൊടുക്കാം. ഓക്കെ, ഇൻ ദ സ്ട്രീറ്റ്സ് ഇൻ ഇറ്റലി ആക്സെപ്റ്റ് ചെയ്യുക. എന്തിനാണ്? ഗോൾഡും സിൽവറൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചാണ് ചെയ്യുന്നത്, പണം കടം കൊടുത്തിരുന്നത്. അപ്പോൾ അവർ ഇവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിരുന്നത് എന്താണ്? ബെഞ്ചസിൽ ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാങ്ക് എന്നുള്ള വാക്ക് വന്നത് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, റെഡി, സെറ്റാണോ? ഓക്കെ, എന്താ ബെഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം? റെഡി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എത്രയുള്ളൂ മക്കളെ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ ദ ലോക്കൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്ഡ് ഇൻ ടു ബാങ്ക്? ഓക്കെ, അതായത് ലോക്കൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബാങ്ക് ആയിട്ട് മാറിയ സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് എന്താണ്? പ്രാദേശിക പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്ക് ആയിട്ട് വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും മക്കളെ വന്നിട്ടുണ്ടായിരിക്കുക? അതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കൂ
കേട്ടോ, എക്സാമിനും ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയണം? ഒന്നാമത്തെ കാര്യം, മോസ്റ്റ് പീപ്പിൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ലോൺസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ലോണുകളുണ്ട് അല്ലേ. മിസ്സിൻ്റെ കാറിൻ്റെ ലോൺ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ മിസ് ഇങ്ങനെ എന്ത് ചെയ്യണം, EMI ആയിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം അല്ലേ. നമ്മൾക്കിപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ ഫുൾ എമൗണ്ട് അല്ലേ 10 ലക്ഷം ഒറ്റയടിക്ക് കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ വായ്പകളായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ മിസ്സിന് ഇതേപോലെ തന്നെ കാർ ലോൺ ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിരിക്കും ഇതേപോലെ അല്ലേ. ഇതേപോലത്തെ പല പല ലോണുകൾ ഉണ്ടായിരിക്കും. വീടിൻ്റെ ലോണ് അല്ലെങ്കിൽ എന്താ പറയുക ബാക്കിയുള്ള ലോണുകൾ, അങ്ങനെ കുറേ തരത്തിലുള്ള ലോണുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ചിലപ്പോൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോണ് അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ടായിരിക്കും അല്ലേ. കുറേ ലോണുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആൾക്കാർ ഇത് ചെയ്യാൻ തുടങ്ങി. എത്ര ആൾക്കാർക്ക് ലോണില്ലാത്ത ആൾക്കാരില്ലാന്ന് തോന്നുന്നില്ലേ. നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ലോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഭൂരിഭാഗം ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഭൂരിഭാഗം ആൾക്കാരും ലോണുകൾ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബാങ്കായിട്ട് മാറിയപ്പോൾ വ്യത്യാസങ്ങളാണ് പറയുന്നത് കേട്ടോ. കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ലോൺ എടുക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഡിക്രീസ്, അതായത് ചൂഷണത്തിൻ്റെ അളവൊക്കെ കുറച്ച് കുറഞ്ഞു. മറ്റേന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരൊക്കെ പറ്റിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഓക്കെ, പക്ഷേ ഇത് ബാങ്കുകളായിട്ട് വളർന്നോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ചൂഷണമൊക്കെ ചെയ്യുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാനായിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ഹാബിറ്റ് ഓഫ് സേവിങ് ഇൻക്രീസ് അമംഗ് പീപ്പിൾ അല്ലേ. നമുക്ക് നിക്ഷേപം ചെയ്യാന്ന് വെച്ചാൽ നല്ലതല്ലേ മക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കാരണം നമുക്ക് ഇൻട്രസ്റ്റോട് കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ സേവിങ്സ് അഥവാ ഈ നിക്ഷേപം നടത്താം, അതായത് സ്വരുക്കൂട്ടി വെക്കാം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ കൂടി തുടങ്ങി. ഇപ്പം നിങ്ങളായാലും ചെയ്യുന്നില്ലേ, നിങ്ങളായാലും കുട്ടി നമുക്ക് കിട്ടുന്നതൊക്കെ ചെയ്ത് സ്വരുക്കൂട്ടി വെക്കില്ലേ, അതേപോലെ തന്നെ സേവിങ്സിൻ്റെ സ്വഭാവം ആൾക്കാരുടെ ഇടയിൽ കൂടാൻ തുടങ്ങി. ഈ 3 മാറ്റങ്ങളാണ് ഈ പറയുന്ന ചെറിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബാങ്ക് ആയിട്ട് മാറിയ സമയത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ ദ ലോക്കൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്ഡ് ഇൻ ടു ബാങ്ക് ചോദിച്ചാൽ എന്ത് പറയണം, ഈ പറയുന്ന 3 പോയിന്റുകൾ എൻ്റെ കുട്ടികളോട് എഴുതണം. ഓക്കെ, റെഡിയല്ലോ. അപ്പോൾ ബാങ്കായിട്ട് മാറിയപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ചരിത്രമാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ബാങ്ക്, നമ്മുടെ ഇന്നത്തെ കാണുന്ന നമ്മുടെ ബാങ്കുകളൊക്കെ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ന്യൂ ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ തുടങ്ങി വെച്ചത് ആരാണ്, ഈ പുതിയൊരു ബാങ്കിങ് സിസ്റ്റം ഒക്കെ ഇന്ത്യയിൽ തുടങ്ങി വെച്ചത് ആരാണെന്നറിയോ, നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയിട്ടാണ്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, പുതിയ ബാങ്കിങ് സിസ്റ്റം ഒക്കെ വന്നത്. ഓക്കെ, അത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, അതും എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിക്കും. ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇത് ഇവിടെ മിസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബാങ്ക്. ഓക്കെ, അതെൻ്റെ കുട്ടികളെ നോട്ട് ചെയ്ത് വെച്ചോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് 1770 കേട്ടോ ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ്, 1770 സ്ഥാപിതമായിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കി വെച്ച മക്കളെ, ഇത് 2 എന്താണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 ഡയലോഗ്സും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, പുതിയ ബാങ്കിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ അത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ന്യൂ ബാങ്കിങ് സിസ്റ്റം ബിഗിൻ ഇൻ ഇന്ത്യ വിത്ത് അറൈവൽ ഓഫ് ഡാഷ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ഉത്തരം പറയാം. പിന്നെ അതേപോലെ തന്നെ ദ ബാങ്ക് ഓഫ് നമ്മുടെ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയണം, ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നുള്ളത് നമ്മൾ കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ ഇതാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടായിക്കില്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിസ്സേ കേരളത്തിലെ അപ്പോൾ ആദ്യത്തെ ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ബാങ്ക് 1899 വന്നിട്ടുള്ളത്. അത് കോഴിക്കോടാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥാപിതമായിട്ടുള്ള നെടുങ്ങാടി ബാങ്കാണ് ആദ്യത്തെ ബാങ്ക്. ഓക്കെ, അതും 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, കോഴിക്കോട് ആസ്ഥാനമായിട്ടുണ്ട്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടിലാണ്. ഇതാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കിൻ്റെ ഈ ഒരു പിക്ചർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മക്കളെ നെടുങ്ങാടി ബാങ്കാണ് നമ്മുടെ കോഴിക്കോടിലെ എന്താ പറയുക, നമ്മുടെ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ആദ്യത്തെ കേരളത്തിലെ ആദ്യ ബാങ്ക്. ഓക്കെ, ഇത് ഈ ഒരു പ്രൈവറ്റ് ബാങ്ക് അത് എന്താ പറയുക, അതിൻ്റെ ഓണർ അതായത് ആരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പു നെടുങ്ങാടിയാണ്. അത് 2ാമത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഇതിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പു നെടുങ്ങാടിയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബാങ്കിൻ്റെ ഓണർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് മറക്കണ്ട മക്കളെ, രണ്ടും 1 മാർക്കായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. ഇതാരാ ഫൗണ്ടർ? ഇതിൻ്റെ അപ്പു നെടുങ്ങാടിയാണ്. 1899 ഇത് വന്നത്. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ മക്കളെ? മിസ് ഇത് പോൾ ഇടുന്നില്ല, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കും, ആർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇതൊക്കെ നോക്കി വെച്ചാൽ മിസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പു നെടുങ്ങാടി കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ അല്ലേ, റിസർവ് ബാങ്ക് നാളെ ഒന്ന് കാക്കനാട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുരാജ് പറയില്ലേ. ഓക്കെ, അപ്പോൾ ഈ റിസർവ് ബാങ്ക് എന്നുള്ളത് എന്താണ്? ബാങ്കുകളുടെ ബാങ്കാണ് നമ്മുടെ റിസർവ് ബാങ്ക് എന്ന് പറയും അല്ലേ. എല്ലാത്തിനും മേലൊക്കെ അല്ലേ, അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്കാണ് ഏറ്റവും മേലിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിസർവ് ബാങ്ക് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാന്നുള്ളത് നോക്കുക, പഠിച്ചു വെച്ചോ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 1935 നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തത്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ ബാങ്കുകളുടെയും സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റിസർവ് ബാങ്കാണ്. ഓക്കെ, റിസർവ് ബാങ്ക് സ്ഥാപിച്ച വർഷം നോക്കി വയ്ക്കുക, 1935. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഓക്കെ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മിസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. എൻ്റെ കുട്ടികൾ ഓക്കെ പോൾ വേണ്ടടാ, എൻ്റെ കുട്ടികൾക്ക് മിസ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, നിങ്ങളുടെ ആൻസർ ഇതിട്ടാൽ മതി, വെറുതെ സമയം കളയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസർവ് ബാങ്ക്. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കും. റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഒന്നാമത്തെ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ഓൾ കറൻസി നോട്ട്സ് എക്സെപ്റ്റ് ദ 1 rupee നോട്ട്. ഓക്കെ, 1 rupee നോട്ട് ഒഴിച്ച്, 1 രൂപ നോട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അല്ലേ. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്തത്? നമ്മുടെ 1 രൂപ നോട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കറൻസി നോട്ടുകളും എന്നാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യുന്നത്, അച്ചടിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കൺട്രോൾ ലോൺസ് അല്ലേ, നമ്മുടെ ലോണുകളൊക്കെ ഇത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, വായ്പ നിയന്ത്രിക്കുന്നു. അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമുക്കൊരു നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെയാണ് ഇത് ചെയ്യുന്നത്, വായ്പ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കർ ഓഫ് ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നുള്ള രീതിക്ക് അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഏതാണ്? റിസർവ് ബാങ്കാണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചോ, ரொம்ப ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തായാലും എക്സാമിന് ചോദിക്കും, പോയിന്റ് ആയിട്ട് എൻ്റെ കുട്ടികളെ എഴുതേണ്ടി വരും. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം? ഈ 4 പോയിന്റുകളും അടിപൊളിയായിട്ട് എഴുതണം. റെഡി? അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ അല്ലേ? നമ്മുടെ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ്. ഓക്കെ, അഥവാ അവരെന്തൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം? ഈ പറയുന്ന പോയിന്റ്സിൽ അവിടെ എഴുതണം. ഓക്കെ, റെഡി? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ. ഓക്കെ, റെഡി ആയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആണോ? ഇതാ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഒരു ഇത് എഴുതാനില്ലേ, പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഇൻക്ലൂഡിങ് ദ ഡീറ്റെയിൽസ് ഓഫ് റിസർവ് ബാങ്ക്. അപ്പോൾ എന്താണ് നെയിം? റിസർവ് ബാങ്ക്. ഓക്കെ, നെയിം എന്താണ്? നമ്മുടെ റിസർവ് ബാങ്ക്. ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാ? അതിൻ്റെ ഫംഗ്ഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇതേ ഈ പറഞ്ഞ ഫംഗ്ഷൻസ്. ഓക്കെ, റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, പനിയാണോ? റെസ്റ്റ് എടുത്തോ കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ ഇതൊക്കെയാണ് നമ്മുടെ റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? റെഡിയായോ? സെറ്റായോ? ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിച്ചോ? റെഡി സെറ്റായോ? റെഡിയായോ മക്കളെ? വേഗം പറഞ്ഞേ. ഇപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇന്ന് നമുക്ക് സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും മിസ് എടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുക, എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. വേഗം മിസ് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഓക്കെ, മറ്റേത് നീട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ഇതേ ചോദിക്കുന്നില്ല, കാരണം അതൊന്നും നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ പറ്റില്ലോ. എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ബാങ്ക് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, ആ ഫോർമേഷൻ ഓഫ് ബാങ്ക് നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള ഏതാണ് മക്കളെ? നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ബാങ്ക് ഏതാ?
വേഗം ചാറ്റ് ബോക്സിൽ പറഞ്ഞോ. പോൾ എന്നിട്ടുണ്ട്, കാരണം പോളിൽ പിന്നെ നമുക്ക് മിസ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾ വേഗം ആ ചാറ്റ് ബോക്സിൽ എഴുതിക്കും. ഓക്കെ, ഏതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ബാങ്ക്? മിസ് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു. ആരാ യൂസ് ചെയ്യുന്നത്? അടിച്ച് പറ്റുന്ന നമുക്കവരെ മിസ് കണ്ടില്ലല്ലോ. ഓക്കെ, ഏതാണ് മക്കളെ, ഏതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്? എല്ലാവരും ആൻസർ ചെയ്യട്ടോ, എല്ലാവരും ആൻസർ ചെയ്യണം, അടിപൊളിയായിട്ട് ആൻസർ ചെയ്യണം. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഏതാണ്? റിസർവ് ബാങ്കോ? ഇടിച്ച് പരത്തില്ലേ? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാ? എന്നിട്ടിത് പറയണ പോലെ കാക്കനാട് ഒന്നൊക്കെ പറയണ പോലെ ഏതാ? യെസ്, നെടുങ്ങാടി ബാങ്ക്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബാങ്ക് ഏതാ? നെടുങ്ങാടി, നെടുക്കണോ അല്ല, നെടുങ്ങാടി ബാങ്ക് കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബാങ്ക് ഏതാ മക്കളെ? ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബാങ്ക്. വേഗം 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 എല്ലാവരും ആൻസർ ചെയ്തോ. ഇന്ത്യയിലെ ഏറ്റവും, ബുക്കൊന്നും തുറന്നു വെക്കാതെ മാക്സിമം സ്വന്തമായിട്ടാണ് ആൻസർ ചെയ്യാൻ നോക്കേ. യെസ്, ഇനി നമുക്ക് ബാഡ് വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡാക്കാം. ഓക്കെ, യെസ്. ഏതാണ്? യെസ്, അതന്നെ നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ പറയുന്ന നെടുങ്ങാടി ബാങ്ക്, അതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഓക്കെ, അതാരാണ് അതിൻ്റെ ഫൗണ്ടർ? നെടുങ്ങാടി ബാങ്കിൻ്റെ ഫൗണ്ടർ ആരാണ്? പേര് സിമ്പിളാണ് അല്ലേ? ആരാണ് മക്കളെ ഫൗണ്ടർ? അതിൻ്റെ സ്ഥാപകൻ ആരാണ്? യെസ്, എല്ലാവരും ആൻസർ ചെയ്തോ. ഏതാണ്? വെരി ഗുഡ്, അപ്പു നെടുങ്ങാടിയാണ് ഫൗണ്ടർ. ഓക്കെ, ഇനി അതിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ നെടുങ്ങാടി ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? യെസ്, വേഗം 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 പറഞ്ഞോളൂ. നെടുങ്ങാടി ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. യെസ്, കോഴിക്കോട്, കാലിക്കറ്റാണ്, കോഴിക്കോടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ചോദിക്കുക, ഇത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർമ്മയുണ്ടോ നോക്കട്ടെ. റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? യെസ് യെസ്, വേഗം വേഗം വേഗം. ഏതാ? ഓക്കെ, യെസ്, മുംബൈ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ എൻ്റെ കുട്ടികൾ നോക്കുക. അതേപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസും നോക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് മിസ് ചുമ്മാ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മിസ്സിൽ ഈ പറയുന്ന പോയിൻ്റായിട്ട് എഴുതേണ്ടതും അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ മിസ് ഇതേ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഇതുവരെ എൻ്റെ കുട്ടികളെല്ലാവരും ഇവിടെ ചാറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് തന്നെയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് എൻ്റെ കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് മിസ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്ക് എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ കുറച്ച് ഹാർട്ട് ഇമോജീസ് ഒക്കെ നിട്ടേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ലൈവ് നമുക്കിന്ന് വൈൻഡപ്പ് ആക്കാം. ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത 2ാമത്തെ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, റെഡി? യെസ്, സെറ്റാണോ? റെഡിയാണോ? യെസ്, നിറയെ ഹാർട്ട് ഇമോജീസ് ഒക്കെ വന്നോട്ടെ. യെസ്, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നമ്മുടെ ഇനിയിപ്പോൾ കുറേ പേര് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കൂടിയും ഫുൾ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി നമുക്ക് അധികം സമയമൊന്നുമില്ല, കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പെൻഡിങ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഓരോ ദിവസം കുറച്ച് സമയം എടുത്തിട്ട് പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മക്കളെ ബൈ ബൈ, ലവ് യു ഓൾ. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.